നമസ്കാരം. വേ ടു കരിയർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാർക്ക് മറ്റുമായി ഷെയർ ചെയ്ത് കൊടുക്കുകയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും ചെയ്യുക. ഇന്ന് കറണ്ട് അഫെയറിൻ്റെ ക്ലാസ്സാണ് കേട്ടോ. കറണ്ട് അഫെയറിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. 2024 സീരീസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് പോയിന്റിലേക്ക് പോകാം. 2024 ലോക പുസ്തക തലസ്ഥാനം 2024 ലോക പുസ്തക തലസ്ഥാനമായിട്ട് തിരഞ്ഞെടുത്തത് എവിടെയാണ്? സ്ട്രാസ്ബർഗാണ്. ഫ്രാൻസിലെ സ്ട്രാസ്ബർഗാണ് 2024 ലോക പുസ്തക തലസ്ഥാനം എന്ന് പറയുന്നത്. ലോക പുസ്തക തലസ്ഥാനം 2024 എവിടെയാണ്? സ്ട്രാസ്ബർഗാണ്, ഫ്രാൻസിലെ സ്ട്രാസ്ബർഗ്. ഏറ്റവും അധികം തവണ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ വ്യക്തി ആരാണ്? കാമി റീത്ത ഷെർപ്പ. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തിയാണ് ആര്? കാമി റീത്ത ഷെർപ്പ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി കാമി റീത്ത ഷെർപ്പ. 2024 ലോക പുസ്തക തലസ്ഥാനം സ്ട്രാസ്ബർഗ്. ആഗോള സൈബർ കുറ്റകൃത്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? ആഗോള സൈബർ കുറ്റകൃത്യങ്ങളുടെ പട്ടികയിൽ 2024 കണക്ക് പ്രകാരം ആഗോള സൈബർ കുറ്റകൃത്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 10ാം സ്ഥാനമാണ്. ഓക്കെ, ആഗോള സൈബർ കുറ്റകൃത്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 10ാം സ്ഥാനമാണ്. 1ാം സ്ഥാനത്തുള്ള രാജ്യമേതാ? റഷ്യ. അപ്പോൾ ആഗോള സൈബർ കുറ്റകൃത്യങ്ങളുടെ പട്ടികയിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യമേതാണ്? റഷ്യയാണ്. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 10ആണ്. 2024 75ാം വാർഷികം ആഘോഷിച്ച അന്താരാഷ്ട്ര സംഘടന ഏതാണ്? അത് നാറ്റോയാണ്. 2024 75ാം വാർഷികം ആഘോഷിച്ച അന്താരാഷ്ട്ര സംഘടന ഏതാണ്? നാറ്റോയാണ്. 1949 ഏപ്രിൽ 4-നാണ് 1949 ഏപ്രിൽ 4-നാണ് നാറ്റോ രൂപീകൃതമാകുന്നത്. അതിൻ്റെ 75ാം വാർഷികമായിരുന്നു 2024 നടന്നത്. വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ്റെ പുതിയ റിപ്പോർട്ട് പ്രകാരം കാലാവസ്ഥയുടെ തീവ്ര അവസ്ഥകളും വെള്ളപ്പൊക്കവും ഉൾപ്പെടെ ദുരന്തങ്ങൾ ഏറ്റവും അധികം ബാധിക്കുന്ന ഭൂഖണ്ഡം ഏതാണ്? ഏഷ്യയാണ്. വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ്റെ റിപ്പോർട്ട് പ്രകാരമാണ് കേട്ടോ. വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ്റെ പുതിയ റിപ്പോർട്ട് പ്രകാരം കാലാവസ്ഥയുടെ തീവ്ര അവസ്ഥകളും വെള്ളപ്പൊക്കവും ഉൾപ്പെടെ ദുരന്തങ്ങൾ ഏറ്റവും അധികം ബാധിക്കുന്ന ഭൂഖണ്ഡമാണ് ഏത്? ഏഷ്യ എന്ന് പറയുന്നത്. ബഹിരാകാശത്തെ ആയുധ മത്സരം തടയണമെന്ന ഐക്യരാഷ്ട്ര സംഘടന രക്ഷാസമിതിയുടെ പ്രമേയം വീറ്റോ ചെയ്ത രാജ്യം ഏതാണ്? റഷ്യയാണ്. ബഹിരാകാശത്തെ ആയുധ സമരം തടയണമെന്ന ഐക്യരാഷ്ട്ര സംഘടന വീറ്റോ ചെയ്ത രാജ്യം ഏതാണ്? അത് റഷ്യയാണ്. റഷ്യ. 2024 റിപ്പോർട്ട് പ്രകാരം മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ 180 രാജ്യങ്ങളുടെ പട്ടികയിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? നോർവേയാണ്. നോർവേ. 2024 റിപ്പോർട്ട് പ്രകാരം മാധ്യമ സ്വാതന്ത്ര്യത്തിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യമാണ് നോർവേ. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 159ആണ്. ഇന്ത്യയുടെ സ്ഥാനം 159. 1ാം സ്ഥാനം നോർവേ. ഓക്കെ, 180 രാജ്യങ്ങളുടെ പട്ടികയാണെന്ന് ആലോചിച്ച് വെച്ചേക്കാം. മാധ്യമ സ്വാതന്ത്ര്യ സൂചികയാണ്. ഓക്കെ, അവിടെ മാധ്യമങ്ങളോട് നോ പറയാൻ ഒരു വഴിയില്ല. നോ വേ. ഓക്കെ, അവരോട് മാറിപ്പോകാൻ പറയാൻ ഒരു വഴിയില്ല. നോ വേ എന്ന് ആലോചിച്ച് വെച്ചാൽ മതി. എവിടെയാണ്? നോർവേയിൽ. അതുകൊണ്ടാണ് മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ 1ാം സ്ഥാനം എന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. 1ാം സ്ഥാനം ഏത് രാജ്യമാണ്? നോർവേ. മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ 1ാം സ്ഥാനം നോർവേ. ഇന്ത്യയുടെ സ്ഥാനം 159. എത്ര രാജ്യങ്ങളുടെ പട്ടികയാണ്? 180 രാജ്യങ്ങളുടെ പട്ടികയാണ്. നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ലോകത്തെ ആദ്യത്തെ നയതന്ത്ര പ്രതിനിധിയുടെ പേരാണ് വിക്ടോറിയ ഷീ. എന്താണ്? നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി പ്രവർത്തിക്കുന്ന ലോകത്തെ ആദ്യത്തെ നയതന്ത്ര പ്രതിനിധിയുടെ പേരാണ് വിക്ടോറിയ ഷീ. ഈ വിക്ടോറിയ ഷീ അവതരിപ്പിച്ച രാജ്യം ഏതാണ്? യുക്രൈനാണ്. വിക്ടോറിയ ഷീ അവതരിപ്പിച്ച രാജ്യം ഏതാണ്? യുക്രൈനാണ്. അപ്പോൾ എന്തൊക്കെ പോയിന്റുകളാണ് നമ്മൾ പറഞ്ഞത്? 2024 ലോക പുസ്തക തലസ്ഥാനം ഫ്രാൻസിലെ സ്ട്രാസ്ബർഗ്. ഏറ്റവും അധികം തവണ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ വ്യക്തി കാമി റീത്ത ഷെർപ്പ. ആഗോള സൈബർ കുറ്റകൃത്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 10. 1ാം സ്ഥാനം റഷ്യ. 2024 75ാം വാർഷികം ആഘോഷിച്ച അന്താരാഷ്ട്ര സംഘടന നാറ്റോ. വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ്റെ പുതിയ റിപ്പോർട്ട് പ്രകാരം കാലാവസ്ഥയുടെ തീവ്ര അവസ്ഥകളും വെള്ളപ്പൊക്കവും ഉൾപ്പെടെ ദുരന്തങ്ങൾ ഏറ്റവും അധികം ബാധിക്കുന്ന ഭൂഖണ്ഡം ഏഷ്യ. ബഹിരാകാശത്തെ ആയുധ മത്സരം തടയണമെന്ന ഐക്യരാഷ്ട്ര സംഘടന രക്ഷാസമിതിയിൽ അവതരിപ്പിച്ച പ്രമേയം വീറ്റോ ചെയ്ത രാജ്യം റഷ്യ. 2024 റിപ്പോർട്ട് പ്രകാരം മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ 180 രാജ്യങ്ങളുടെ പട്ടികയിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം നോർവേ. ഇന്ത്യയുടെ സ്ഥാനം 159. നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ലോകത്തെ ആദ്യത്തെ നയതന്ത്ര പ്രതിനിധിയെ കൊണ്ടുവന്നത് ആരാണ്? യുക്രൈനാണ്. അതിൻ്റെ പേരെന്താണ്? വിക്ടോറിയ ഷീ.
അപ്പോൾ നമ്മൾ ഇത്രയും പോയിന്റുകളാണ് പറഞ്ഞത്. നെക്സ്റ്റ് നോക്കാം. മെക്സിക്കോയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരാണ്? മെക്സിക്കോയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ക്ലോഡിയ ഷെയിൻബോ ആണ് കേട്ടോ. ക്ലോഡിയ ഷെയിൻബോം ആണ് മെക്സിക്കോയുടെ ആദ്യ വനിതാ പ്രസിഡന്റ്. മെക്സിക്കോയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരാണ്? ക്ലോഡിയ ഷെയിൻബോ. പക്ഷിപ്പനി ബാധിച്ചുള്ള മനുഷ്യമരണം ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യവും മെക്സിക്കോയാണ്. അപ്പോൾ മെക്സിക്കോയായിട്ട് ബന്ധപ്പെട്ട 2 പോയിന്റുകൾ. മെക്സിക്കോയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ക്ലോഡിയ ഷെയിൻബോ. പക്ഷിപ്പനി ബാധിച്ചുള്ള മനുഷ്യമരണം ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യമാണ് ഏത്? മെക്സിക്കോ. ഓക്കെ, ഇനി നമുക്ക് ഇന്ത്യയുടെ കുറച്ച് ഫാക്റ്റുകൾ നോക്കാം. പായൽ കപാഡിയ സംവിധാനം ചെയ്ത ഓൾ വി ഇമാജിനാസ് ലൈറ്റ് എന്താണ്? പായൽ കപാഡിയ സംവിധാനം ചെയ്ത ഒരു ചിത്രമാണ് ഏത്? ഓൾ വി ഇമാജിനാസ് ലൈറ്റ് എന്ന ചിത്രം 77ാമത് കാൻ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പിക്സ് പുരസ്കാരത്തിന് അർഹമായി. ഓക്കെ, അപ്പോൾ 2024 കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പിക്സ് പുരസ്കാരത്തിന് അർഹമായ സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഓൾ വി ഇമാജിനാസ് ലൈറ്റ്. എന്താണ്? ഓൾ വി ഇമാജിനാസ് ലൈറ്റ്. ആരാണ് സംവിധാനം ചെയ്തത്? പായൽ കപാഡിയ. ഓക്കെ, 2024 കാൻ ചലച്ചിത്രമേളയിൽ പായൽ കപാഡിയ സംവിധാനം ചെയ്ത ഓൾ വി ഇമാജിനാസ് ലൈറ്റ് എന്ന ചലച്ചിത്രത്തിന് 77ാമത് കാൻ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ ഏത് പുരസ്കാരം കിട്ടി? ഗ്രാൻഡ് പ്രിക്സ് പുരസ്കാരം ലഭിച്ചു. ഓക്കെ, പായൽ കപാഡിയ ഈ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ്. ഓക്കെ, പായൽ കപാഡിയ ഏത് പുരസ്കാരം നേടുന്ന? ഗ്രാൻഡ് പ്രിക്സ് പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ്. കാൻ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ നിന്ന് ഗ്രാൻഡ് പ്രിക്സ് പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ് ആരെന്ന് പറയുന്നത്? പായൽ കപാഡിയ. ഷാജി എൻ കരുണിൻ്റെ സ്വം ആണ് കാൻ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഇതിനു മുമ്പ് മത്സരിച്ചിട്ടുള്ളത്. ഓക്കെ, ഷാജി എൻ കരുണിൻ്റെ സിനിമയായിട്ടുള്ള സ്വം എന്ന സിനിമയാണ് ഇതിനു മുമ്പ് ചലച്ചിത്രമേളയിൽ എന്ത് ചെയ്തിട്ടുള്ളത്? മത്സരിച്ചിട്ടുള്ളത്. കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിൽ പ്രവർത്തനമാരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്കാണ് HDFC. കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിൽ സ്വകാര്യ ബാങ്കുകളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിൽ പ്രവർത്തനമാരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്കാണ് ഇതെന്ന് പറയുന്നത്? HDFC എന്ന് പറയുന്നത്. എന്തൊക്കെ പോയിന്റുകളാണ് പറഞ്ഞേ? മെക്സിക്കോയുടെ ആദ്യ വനിതാ പ്രസിഡന്റാണ് ക്ലോഡിയ ഷെയിൻബോം. പക്ഷിപ്പനി ബാധിച്ചുള്ള മനുഷ്യമരണം ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം മെക്സിക്കോ. പായൽ കപാഡിയ സംവിധാനം ചെയ്ത ഓൾ വി ഇമാജിനാസ് ലൈറ്റ് എന്ന ചിത്രത്തിന് 77ാമത് കാൻ അന്താരാഷ്ട്ര ചലച്ചിത്ര പുരസ്കാരം ഗ്രാൻഡ് പ്രിക്സ് പുരസ്കാരം ലഭിച്ചു. പായൽ കപാഡിയ ഈ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ്. ഷാജി എൻ കരുണിൻ്റെ സ്വം എന്ന ചിത്രമാണ് ഇതിനു മുമ്പ് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ എന്ത് ചെയ്തിട്ടുള്ളത്? കാൻ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മത്സരിച്ചിട്ടുള്ളത്. കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിൽ പ്രവർത്തനമാരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്കാണ് HDFC. ഇത്രയും പോയിന്റുകൾ ക്ലിയർ ആയല്ലോ. അടുത്ത പോയിന്റിലേക്ക് പോകാം. 2024 അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2024 അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ജെന്നി എർപ്പൻബെക്കിനാണ്. ജെന്നി എർപ്പൻബെക്ക്. കെയ്റോസ് എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. ജെന്നി എർപ്പൻബെക്കിൻ്റെ കെയ്റോസ് എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ജർമ്മൻ എഴുത്തുകാരിയാണ് ജെന്നി എർപ്പൻബെക്ക്. അപ്പം ജർമ്മൻ എഴുത്തുകാരി ജെന്നി എർപ്പൻബെക്ക്. ഓക്കെ, ബുക്കർ പ്രൈസ് എന്നല്ലേ, അപ്പം ബുക്കിൽ പെൻ വെച്ചാണ് എഴുതുന്നത്. അപ്പോൾ എർപ്പൻബെക്ക് പെൻ വെച്ചാണ് എഴുതുന്നതെന്നൊക്കെ ഉള്ള രീതിയിൽ ആ 2 വേർഡുകളും കണക്ട് ചെയ്ത് വെച്ച് മാറിപ്പോവാതിരിക്കുക. അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം ലഭിച്ചത് ജെന്നി എർപ്പൻബെക്ക്. ജർമ്മൻ എഴുത്തുകാരിയാണ്. കൃതി ഏതാണ്? കെയ്റോസ് ആണ്. 2024 നടക്കുന്ന 50ാമത് G7 ഉച്ചകോടിയുടെ വേദി. 2024 നടന്ന 50ാമത് G7 ഉച്ചകോടിയുടെ വേദി ഏതായിരുന്നു? ഇറ്റലി ആയിരുന്നു. ഇറ്റലി. ഇറാനിലെ ചബഹാർ തുറമുഖത്തിൻ്റെ നടത്തിപ്പ് ചുമതല ഇപ്പോൾ ഇന്ത്യക്കാണ് കേട്ടോ. ഇറാനിലെ ചബഹാർ തുറമുഖത്തിൻ്റെ നടത്തിപ്പ് ചുമതല ഇന്ത്യക്കാണ്. അപ്പോൾ ചബഹാർ തുറമുഖം എവിടെയാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. കാരണം അതിൻ്റെ നടത്തിപ്പ് ചുമതല ആർക്കാണ്? ഇന്ത്യക്കാണ്. അപ്പോൾ ഇന്ത്യയുടെ നടത്തിപ്പ് ചുമതലയുള്ള ചബഹാർ തുറമുഖം ഏത് രാജ്യത്താണ്? ഇറാനിലാണ്. അതുപോലെ പാകിസ്ഥാനിലെ ഗ്വാദർ തുറമുഖത്തിൻ്റെ നടത്തിപ്പ് ചുമതലയുള്ള രാജ്യം ഏതാണ്? ചൈനയാണ്. ചൈന. ഇറാനിലെ ചബഹാർ തുറമുഖത്തിൻ്റെ നടത്തിപ്പ് ചുമതല ഇന്ത്യക്കുള്ളതുപോലെ പാകിസ്ഥാനിലെ ഗ്വാദർ തുറമുഖത്തിൻ്റെ നടത്തിപ്പ് ചുമതല ആർക്കാണ്? ചൈനയ്ക്കാണ്. ചൈന. അപ്പോൾ പാകിസ്ഥാനിലാണ് ഗ്വാദർ തുറമുഖം, അതിൻ്റെ ചുമതല ആർക്കാണ്? ചൈനയ്ക്കാണ്. ഇറാനിലാണ് ചബഹാർ തുറമുഖം, അതിൻ്റെ നടത്തിപ്പ് ചുമതല ആർക്കാണ്? ഇന്ത്യക്കാണ്. ഭൂമിയിൽ നിന്ന് കാണാൻ സാധിക്കാത്ത ചന്ദ്രൻ്റെ മറുപുറത്ത് നിന്ന് മണ്ണും പാറകളും ഉൾപ്പെടെയുള്ള സാമ്പിളുകൾ ശേഖരിക്കുന്നതിനായി ചാങ് E6 എന്ന പേടകം അയച്ച രാജ്യമാണ് ചൈന. അപ്പോൾ ചൈനയുടെ പുതിയ ചാന്ദ്രദൗത്യത്തിൻ്റെ പേരെന്താണ്? ചാങ് E6. ഭൂമിയിൽ നിന്ന് കാണാൻ സാധിക്കാത്ത ചന്ദ്രൻ്റെ മറുപുറത്ത് നിന്നും മണ്ണും പാറകളും ഉൾപ്പെടെയുള്ള സാമ്പിളുകൾ ശേഖരിക്കുന്നതിനായിട്ട് അയച്ച പേടകമാണ് ഏത്? ചാങ് E6. ഏത് രാജ്യത്തിൻ്റെ പേടകമാണ്? ചൈനയാണ്. നമ്മുടെ ഇന്ത്യയുടെ ചാന്ദ്രദൗത്യം ഏതാണ്? അത് ചന്ദ്രയാനാണ്. ചന്ദ്രയാൻ. 2023 ചന്ദ്രനിലേക്ക് ആളുകളെ എത്തിക്കുന്ന
ദൗത്യത്തിൻ്റെ ഭ്രമണ പേടകത്തിന് ചൈന നൽകിയിരിക്കുന്ന പേര്. അപ്പോൾ ചൈനയുടെ ചന്ദ്രനിലേക്ക് ആളുകളെ എത്തിക്കാനുള്ള ദൗത്യമാണേത്? മെങ്സു. ഏതാണ്? മെങ്സു. ചന്ദ്രനിലേക്ക് മനുഷ്യരെ എത്തിക്കുന്നതിനുള്ള ചൈനയുടെ ദൗത്യമാണേത്? മെങ്സു. അപ്പോൾ ഇന്ത്യയുടെ ദൗത്യം ഏതാ? അത് ഗഗൻയാനാണ് കേട്ടോ, ഗഗൻയാൻ. അപ്പോൾ മെങ്സു എന്ന ബഹിരാകാശ ദൗത്യം ഏത് രാജ്യത്തിൻ്റെതാണ്? അത് ചൈനയുടേതാണ്. അത് ആലോചിച്ച് വെച്ചേക്കണം കേട്ടോ. ചന്ദ്രനിലേക്ക് ആളുകളെ എത്തിക്കുന്ന ദൗത്യത്തിൻ്റെ പേരാണ് മെങ്സു. ഏത് രാജ്യമാണ്? ചൈനയാണ് ആ പേര് നൽകിയിരിക്കുന്നത്. പോയിന്റുകൾ ക്ലിയർ ആയല്ലോ. ബുക്കർ പുരസ്കാരം പറഞ്ഞു, ജെന്നി എർപ്പൻബെഗ് കെയ്റോസാണ് കൃതി. പിന്നെ ഇതാ ജർമ്മൻ എഴുത്തുകാരിയാണ്. 2024 നടന്ന 50ാമത് G7 ഉച്ചകോടിയുടെ വേദി ഇറ്റലി ആയിരുന്നു. ഇറാനിലാണ് ചബഹാർ തുറമുഖം ഇന്ത്യയാണ് നടത്തുന്നത്. പാകിസ്ഥാനിലെ ഗ്വാദർ തുറമുഖത്തിൻ്റെ നടത്തിപ്പ് ചുമതല ചൈനയ്ക്കാണ്. ഭൂമിയിൽ നിന്ന് കാണാൻ സാധിക്കാത്ത ചന്ദ്രൻ്റെ മറുപുറത്തു നിന്ന് മണ്ണും സാമ്പിളുകളും എല്ലാം ശേഖരിക്കുവാൻ വേണ്ടി ചൈന അയക്കുന്ന പേടകം ഏതാണ്? ചാങ്-E-6 ആണ്. 2023 ചന്ദ്രനിലേക്ക് ആളുകളെ എത്തിക്കുന്ന ദൗത്യത്തിൻ്റെ ഭ്രമണ പേടകത്തിന് ചൈന നൽകിയിരിക്കുന്ന പേരാണ് ഏത്? മെങ്സു എന്നത്. പോയിന്റുകൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. താങ്ക്